വന്നത് തന്നെ ലേറ്റാ. എന്നിട്ട് സ്ലോ മോഷനിൽ നടത്താൻ കണ്ടില്ലേ? ഇങ്ങോട്ട് വന്നടാ. വെൽക്കം ഓസ്തിവേന്ദ്രൻ പോലീസ് ഫോഴ്സ്. സ്പീഡ് പോലീസ് എന്നൊക്കെ പേരിട്ടിട്ട് എന്താ പിള്ള ഇത്രയും ലേറ്റ്? വരുന്ന വഴിയിൽ ലീക്ക് ആയി പോയി സാർ, ഓയില്. അത് അടച്ചു മൂടി വന്നപ്പോഴേക്കും ലേറ്റ് ആയി സാർ. ഡീസൽ ഇല്ലാതെ വണ്ടി പകുതി വെച്ച് നിന്നുപോയി സാർ. എല്ലാരും കൂടി പിരിവിട്ട് ഉള്ള ചില്ലറൊക്കെ തട്ടിക്കൂട്ടി 1/2 ലിറ്റർ ഡീസൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓടിയെത്തി സാറേ. പോലീസ് ഇത്രയും ലേറ്റ് ആകാൻ ഇത്രയും കാരണങ്ങളൊക്കെ ഉണ്ട് എന്റെ സാറേ, ഡിപ്പാർട്ട്മെന്റ് റൈറ്റ്സ് ഒക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയലേന്നേ. അവർക്ക് നമ്മളോടുള്ള പേടിയൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ അവർക്ക് നമ്മളോട് പുല്ല് വിലയാണ് സാറേ. ഇവിടെ പുല്ല് വില എന്ന് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഞാൻ ഓർത്തത്. നിന്റെ മാമൻ എന്താ ചെയ്യുന്നത്? കറക്റ്റ് ചോദ്യം. വളരെ മോശമായ ജോലിയാ ചെയ്യുന്നത്. ശരിയല്ലേ? ഓവറായിട്ട് ഇങ്ങനെ കോമഡി പറഞ്ഞിട്ടാ. എനിക്ക് പ്രതിയെ കാണണം. അവൻ ഓടിപ്പോയടേ. ഇത്രയും കഷ്ടപ്പെട്ട ഒരു ഇൻഫർമേഷൻ തന്നിട്ട് എന്തിനാണ് സാർ ആ പ്രതിയെ വിട്ട് കളഞ്ഞത്? അവനെ എന്തിനാ പിള്ളേ? കാശ് കിട്ടിയില്ലേ നമുക്ക്? എന്നാലും അവനെ ഹാൻഡ് ഓവർ ചെയ്തായിരുന്നെങ്കിൽ പ്രമോഷൻ കിട്ടുമായിരുന്നല്ലോ സർ. നിനക്ക് പ്രമോഷൻ അല്ലേ വേണ്ടത്? സർ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റൌഡികളും കാട്ടുപക്കത്തെ പോലീസുകാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കോൺസ്റ്റബിൾ ശേഖരൻകുട്ടി റൌഡികളുടെ വെടിയേറ്റു മരിച്ചു. പട്ടാപ്പകൽ നുണ പറയില്ല സാറേ. സാർ ഇപ്പൊ പറഞ്ഞ ആ കോൺസ്റ്റബിൾ സാറിന്റെ മുമ്പിലും മല പോലെ നിക്കണ കണ്ടില്ലേ സാർ? വേറെ ആർക്കെങ്കിലും പ്രമോഷൻ വേണോ ഇനി? എനിക്ക് വേണ്ടടാ സാറേ. ദേ ഈ നിക്കണ രണ്ടുപേർക്കും കൊടുത്തേക്കട്ടാ. ഇനി ഉമ്മാരൊരിക്കലും കള്ളനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അവാർഡൊന്നും മേടിക്കാൻ പോണില്ല. വേടി കൊണ്ട സ്റ്റില്ല് കാണിച്ച ചിലപ്പോ കിട്ടുമായിരിക്കും ഇവർക്ക്. സാറേ, കമ്മീഷണർ, IG, DIG ഇവരുടെയൊക്കെ കാല് പിടിച്ചാലും കിട്ടാത്ത പ്രമോഷൻ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാര്യം ഓർക്കുമ്പോ ഐ ആം വെരി മച്ച് പ്രൗഡ് ഓഫ് യു സർ. ഇപ്പൊ എനിക്ക് അവാർഡ് കിട്ടിയില്ലേ? ഇനി എന്തിനെങ്ങനെ ഗർജിക്കുന്ന സിംഹത്തിന്റെ കൂടെ ഇങ്ങനെ അലറി വിളിച്ചിട്ട് ഇങ്ങനെ വല്ല കാര്യം ഉണ്ടോ? എനിക്ക് രക്തൊഴുകി പോയി പരലോകത്തേക്ക് പോട്ടാ മുറുക്കി പിടിച്ചോട്ടാ. ഒരു കാര്യം ഞാൻ പറയട്ടെ സാറേ. സാറേ ഇയാൾക്ക് മതിയായില്ലട്ടാ മറ്റേ കയ്യിലും കൂടെ ഒരു അവാർഡ് കൊടുത്തേക്കുന്നേ. നോ നോ നോ, സാർ വെറും പോലീസ് അല്ല സാറേ, ഒറിജിനൽ പോലീസാണ് സാർ. നമ്മൾ വാങ്ങും. ഈ കാശ് കൊണ്ട് 4 ജീപ്പ് വാങ്ങും. ഇനി ഒന്നും പഴയതല്ല, എല്ലാം പുതിയത് വാങ്ങുമല്ലോ. സത്യമായിട്ടും ജനറേറ്റർ വാങ്ങും. നിനക്കും നിന്റെ അച്ഛനും സുഖമായിട്ട് ജീവിക്കാനല്ല, എന്റെ അമ്മ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ. അമ്മയുടെ കയ്യില് എന്റെ അലമാരിയുടെ താക്കോലുണ്ട്. തൊട്ടു മേടിച്ചോണ്ട് പോയി ഒരു ജനറേറ്റർ വാങ്ങിച്ചോണ്ട് വാ. പറയുന്നത് കേൾക്കാതെ നീ എന്താ ഞെക്കിക്കൊണ്ടിരിക്കുന്നത്? കുളിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാ. എന്നാൽ ഇന്ന് ചേട്ടന്റെ കൈ കൊണ്ട് കുളിക്കാൻ തന്നെയായിരിക്കും എന്റെ വിധി. എനിക്കും ഒന്ന് വിധിച്ചിരുന്നു. എന്താ അത്? എന്റെ കൈ കൊണ്ട് നിന്നെ പോലുള്ള പന്നിയെ കുളിപ്പിക്കണമെന്ന്. 4 കിലോമീറ്റർ പോകുമ്പോ 4 ടയർ തേയുന്ന പോലെ ഉണ്ടല്ലോ. തന്റെ വർത്താനം കിട്ടിയത് താൻ കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയാണെന്ന് തോന്നുള്ളൂ. താറ് ചിലപ്പോ ടയറും തേച്ചില്ലെങ്കിൽ വണ്ടി ചിലപ്പോ പൊളിച്ചു തിരിക്കാൻ തനിക്കെന്താ ചെയ്തം? കൈക്കൂലി ഒരുപാട് വാങ്ങണതല്ല, അതിന് ടയർ തേയുമ്പോ മാറ്റുന്നേ. ടയറിന്റെ കാര്യമല്ലേ ഫിനിഷിങ്. എന്താണൊരു ഗൂഢാലോചന? കള്ളക്കടത്തിന്റെ കാശ് വാങ്ങിട്ട് ആ കാശ് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് വാങ്ങിക്കുന്ന ആദ്യത്തെ പോലീസ് സാറായിരിക്കും കേട്ടോ. ഒസ്തി പോലീസ് സാറ് തന്നെട്ടാ. ഇനി മുതൽ പുതിയ ജീപ്പ് ഉള്ളോണ്ടേ സംഭവം ക്ലൈമാക്സ് വരെ പോവാതെ ഒരു മുമ്പേ പോയിട്ട് തന്നെ ഇങ്ങനെ കള്ളന്മാരെ തുമ്പിയെ പിടിക്കണ പിടിച്ചിട്ട് വരാം സാറേ. കള്ളനെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ഓർമ്മ വന്നത്. എവിടെ നിന്റെ അനുജൻ? അവൻ കഴിഞ്ഞ മാസം ATM ബാങ്കിലെ മോഷണം നടത്തി വാച്ച്മാനായിട്ട് ജോലി കയറിയത്. കള്ളന്റെ കയ്യിലാണ് താക്കോൽ. നമുക്ക് പോലീസിന്റെ ജോലി തന്ന പോലെ സാറേ. അതെ ശേഖരൻകുട്ടി, നേഴ്സൊക്കെ എങ്ങനെ ഉണ്ട്? അടിപൊളിയാണ് സാറേ. സോറി സാർ, ഗുഡ് മോർണിംഗ് സാറേ. എനിക്ക് എങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചത്, അതോ നേഴ്സുമാർ എങ്ങനെയുണ്ടെന്നാണ് സാറേ ചോദിച്ചത്? നിന്റെ നോട്ടം ഞാൻ കണ്ടിരുന്നു. എന്റെ വേദന എനിക്കറിയാം സാറേ. തിന്നണ കൈ കൊണ്ട് തന്നെ കഴുകാൻ വേണം, കഴുകണ കൈ കൊണ്ട് തന്നെ തിന്നാൻ വേണം. ഒരു ദിവസം കഴുകാതെ കഴിച്ചു നോക്ക് സാറേ. നേഴ്സിനെ കുറിച്ച് ചോദിച്ചപ്പോ കഴുകണതിനെ കുറിച്ച് സംസാരിക്കണ. ഇയാളുടെ കയ്യിലൊന്നും വെടിവെച്ച പോരാ സാറേ, കുറച്ചുകൂടെ താഴോട്ട് ഇറക്കി കാലിലെ വെടിവെക്കേണ്ടത്. നമസ്കാരം സാറേ. നമസ്കാരം. ആരാ നിങ്ങള്? ഞാൻ ഇങ്ങനെ ഇതെന്റെ പെണ്ണുമ്പിളിയാണ് സാറേ. ഇതാ പിടിച്ച സാറേ. മറ്റുള്ള പോലീസുകാർക്കും കൂടെ. ശരി. ആഹാ, ഗവൺമെന്റിന് ഇത്ര പെട്ടെന്ന് കാശ് കിട്ടിയില്ല സാറേ. ഇത് ഗവൺമെന്റ് കാശല്ല പുള്ളേ, ഇതൊരു റൌഡിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. പരിക്ക് പറ്റിയ 50,000, തട്ടിപ്പോയി കഴിഞ്ഞാൽ 1 ലക്ഷം ഗവൺമെന്റിൽ നിന്ന് കിട്ടണത്. ഞങ്ങളുടെ സാർ അങ്ങനെയല്ല. പരിക്ക് പറ്റിയ 1 ലക്ഷം, ചത്തു കഴിഞ്ഞാൽ 5 ലക്ഷം. ഈ 1 ലക്ഷം പോലും നീ മരിച്ചു കഴിഞ്ഞതിന് ശേഷമേ നിന്റെ കെട്ടിയോൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഞാൻ 1 ലക്ഷം അങ്ങ് തരിക. എന്ത് പറയുന്നു? 1 ലക്ഷം വേണോ അതോ 5 ലക്ഷം വേണോ? സാറേ, അവക്ക് 1 ലക്ഷം മതിയാവൂട്ടാ. ജീവനി കൊതിയാണല്ലേ? ശരി, വേഗം ഒരാഴ്ചക്കുള്ളിൽ വന്ന് ജോയിൻ ചെയ്തേക്കാം. കാശ് ഇങ്ങനെ കയ്യിൽ പിടിക്കട്ടാ, ഭാരടെ കൊടുത്തേക്കട്ടാ. നിങ്ങൾ എങ്ങനെ ഒരാഴ്ച കൊണ്ട് പോവാ? സാർ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരു ശുദ്ധ പാവാണ്ടി. എന്തായാലും ഒരു ഡിഫറന്റ് മനുഷ്യനാണ്. ചേട്ടായി, ഈ ഓസ്തിയുടെ വീട് എവിടെയാ? എടാ ചെൽവം, പറഞ്ഞാട്ടെ കഷ്ണിത്തലൻ ചേട്ടാ. എന്തൊരു കാര്യം? വേലായുധ സാറിന്റെ വീട് അന്വേഷിച്ചു വന്നതാ. അങ്ങേരുടെ വീട് ഇപ്പൊ വിൽക്കണില്ലല്ലോ. നമ്മുടെ ശവപ്പറമ്പിന്റെ അടുത്തൊരു 1/2 സെന്റ് കിടപ്പുണ്ടാകും, നോക്കണ. മക്കോണി അത് സെറ്റ് ആക്കട്ടാ. ഈടാ എന്താ ഇത്? അഡ്രസ് ചോദിച്ചു വന്നതല്ലേ? ഓ, അതാണ് കാര്യം.
എന്തിനിപ്പ അങ്ങേരുടെ വീട് കട്ടിലാല വരെ വല്ലതും പിടിച്ചെടുക്കാൻ വിളിച്ചാണോ? കഴിഞ്ഞ ആഴ്ച എന്റെ പെങ്ങളെ വന്ന പെണ്ണ് കണ്ടായിരുന്നു. എന്തുട്ടാന്ന് നിനക്ക് പെങ്ങളാ? എടാ നീ ഉണ്ടായപ്പോ തന്നെ നിന്റെ അച്ഛന് ജീവിതം എടുത്തുണ്ടാവൂല, പിന്നെ നിങ്ങളുടെ അടുത്തൊരു കൊച്ചിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നെ പോലല്ല, എന്റെ പെങ്ങളെ കിളിയാ. ആടക്ക കിളിയാണ്. കിളിയെ പോലെ ഉണ്ടെങ്കിൽ കൂട്ടിലിട്ടിട്ട് കിളി ജോലിസ് നോക്കാൻ പോടാ. വെറുതെ എന്തിനാണ് അതിനെ കെട്ടിച്ചു വിട്ടിട്ട്? അഡ്രസ് ചോദിച്ചപ്പോ ചൂടാകുന്നത്. ചെറുക്കനെ കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. അത് ശരിയാ, പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്ന സ്ഥലം അന്വേഷിച്ചേ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യടാ, നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് റൈറ്റ് എടുത്താ ഒരു അമ്പലം, അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വീണ്ടും റൈറ്റ് എടുത്താ ഒരു കൺസ്ട്രക്ഷൻ, വീണ്ടും ഒരു ലെഫ്റ്റ് എടുത്തിട്ട് വീണ്ടും റൈറ്റ് എടുക്കുമ്പോ അവിടെ ഒരു സോളാക്കട. അതിന്റെ ഓപ്പോസിറ്റ് തന്നെടാ. അവിടെ തന്നെടാ, നീ പോയി അന്വേഷിക്കരുത്. നേരെ നേരെ നേരെ. അതെ അതെ, അമ്പലം അമ്പലം. കൺസ്ട്രക്ഷൻ. എടാ വലത്ത് പിടിക്കടാ, വേണ്ട വിളിയാ. എനിക്കോട്ടെ മര്യാദക്ക് പറ, അഡ്രസ് അറിയില്ലയോ? എനിക്കാണ് അഡ്രസ് അറിയാവുന്നത്. മിണ്ടാതെ വായ അവിടെ അടച്ചിരുന്നു. വേമ്പോ ഇടത്ത് പിടിക്കടാ, ഇടത്ത്. ഇവനോടൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ല. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എങ്ങനുണ്ട്? റൈറ്റില് സോഡാക്കട, ലെഫ്റ്റില് കേറി വന്നാട്ടെ കിടികളെ, വന്നാട്ടെ വന്ന് ചെക്കൻ്റെ ഇവിടുന്ന് ചുറ്റിക്കാണന്നേ. പഴയ കറുത്ത ടെലിഫോണ്, ചില്ലും കൂടി പോലത്തെ കല്ല്, നല്ല നീളത്തിലുള്ള തോക്ക്, അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള ജയിലുണ്ടേട്ടാ. വന്ന് ചുറ്റി കണ്ടോന്നേ. ആരോട് അഡ്രസ് ചോദിച്ചേ? നമ്മളോട് കേറി വാ എന്ന് പറഞ്ഞ ആ പോലീസുകാരനില്ലേ, അദ്ദേഹത്തിനോടാ ഞാൻ അഡ്രസ് ചോദിച്ചത്. അയാളോടോ? അതേന്ന്. മണവാള, നിങ്ങളെ കാണാൻ വേണ്ടിട്ട് പെണ്ണിന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടേ. വന്ന് കൺകുളിർക്ക് അവരൊന്ന് കണ്ടിട്ട് പോന്ന്. രക്ഷപ്പെട്ടോ? എടാ പട പേടിച്ച് പന്തംകുളത്തിൽ പറയോ? വേഗം പാടാ. മണ്ണമില്ലാത്തവരെല്ലാം റൈറ്റിൽ പോ, മണ്ണമുള്ളവരെല്ലാം ലെഫ്റ്റിൽ പോ, ആയി ഉള്ളവരെല്ലാം എന്റെ കൂടെ വാ. ഒരു പുല്ലനും ഇല്ലല്ലോ. ആകെ ഒരു ബഹളമായിരുന്നല്ലേ, ഇപ്പൊ എവിടെ പോയി എല്ലാവരും? ഒരുപക്ഷെ പോയിട്ടുണ്ടാവോ? അപ്പൊ നമ്മളോ വീണ്ടും വന്ന പോലെ തിരിച്ചു പോയാലോ? എന്നാ പോയിക്കോ. എട്ടാം ഇടത്തിൽ ശുക്രൻ ഉച്ചസ്ഥായിലുള്ളതുകൊണ്ട് ഇന്നത്തെ സമയം മോശമല്ല സാർ. ബാറ്റ് താങ്ക് യു സാർ. കാലില് കൊലുസും തൊട്ട് അരഞ്ഞാണ് ഇട്ടേക്കണേ. അപ്സരസ് മാനത്ത് പറന്നാ വരുന്നത്, ഇതെന്താ നടന്നു വരുന്നത്? വയസ്സാം കാലത്ത് പറയണ കണ്ടില്ലേ, ഇതങ്ങോട്ട് വെച്ച് തന്നരണ്ടല്ല ഷവി. സോറി സാർ, അപ്സരസ് അറിയാതെ പറഞ്ഞു പോയതാ. ഇത് വെള്ളടി കേസാണ് സാറെ. കൺഗ്രാജുലേഷൻ കേട്ടാ. ഒരു നല്ലൊരു കുടിയത്തിനെ തന്നെ സാർ ജീവിതത്തിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് വരുന്ന നല്ല തണുത്ത വെളുപ്പം കാലത്ത് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് സാറ് കാലത്ത് എണീറ്റിരിക്കുമ്പോ ചായ കിട്ടിയില്ലെങ്കിലും ഒരു പെഗ് കിട്ടൂട്ടാ. അടിപൊളിയായിരിക്കും സാറേ. അങ്ങനത്തെ രസകരമായ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ സാറിന് ഇവളെ തന്നെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് തോന്നുന്നില്ലേ? ഇതുപോലെ ഭംഗിയുള്ള ഐശ്വര്യമുള്ള നാട്ടിലുള്ള നല്ലൊരു പെൺകുട്ടിയെ സാറിന് കെട്ടിക്കൊണ്ടുപോകാൻ നെഞ്ച് തുടിക്കുന്നില്ല സാറേ? അങ്ങോട്ട് പറ സാറേ. എന്റെ സാറേ, ഇതെങ്ങനെ കൃത്യമായി പറയുന്നു? കൊടവൻ ചേട്ടാ, ഇതിപ്പോ ഒരു ശീലാക്കിയിരിക്കുക അല്ലേ? എഴുന്നേറ്റ് വരാൻ പറഞ്ഞില്ലേ? എന്തിനാടി എന്റെ മുഖത്തിന് ഒഴിച്ചത്? നല്ല കെട്ടിലിറങ്ങിപ്പോയില്ലോടി. വാ, എല്ലാരും കൂടി നശിപ്പിക്കുവല്ലേ? അതവിടെ വെക്കും. പൂവാലി എന്റെ കയ്യിലൂടെ നിന്നോട് പറഞ്ഞത്. ഇത്രയൊന്നും കുടിച്ചിട്ട് പോരെ? പൂവാലി കയ്യിലൂടെ പറഞ്ഞത്. പൊന്നും മുല്ല. ഇത് എന്തുട്ടി സാധനം? കണ്ണാടി മെന്നിട്ട് രാവിലെ ഇറങ്ങിക്ക. ഇങ്ങോട്ട് വന്നടാ. പോലീസ് വെറി ചെയ്യുന്നേ. എടാ എല്ലാരും ഓടിക്കടാ, പോലീസ് വന്നു. നീ പോലീസ് കണ്ണി കണ്ട ചാരായവും കള്ളും ഒക്കെ കുടിച്ച് വെളിവിൽ നടക്കണ ഏതോ ഒരുത്തണത്. ഒസ്തി വന്നിട്ടുണ്ട്. ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. കളക്ടർ എന്ന് പറഞ്ഞപ്പോ കസ്തൂരിമാനിലെ കളക്ടർ കുഞ്ചാക്കോനാണെന്ന് വിചാരിച്ചേ. ഞാൻ നോക്കിക്കോളാം. കറക്റ്റ് ആണ് കേട്ടാ. സാറേ, കൈ അധികം അതേക്ക് ഇരണ്ടാ. ബിരിയാണിക്ക് നല്ല ചൂടാണെന്ന്. അതെ സാറേ, 10 എണ്ണീട്ട വാങ്ങിച്ചിട്ടാ. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ബിരിയാണിയിൽ മുട്ട ഇട്ടില്ലാന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. പണം എവിടെ? ഉണ്ട് സാറേ, ഭദ്രായിട്ടുണ്ട്.
ഇത് ഞങ്ങള് വാങ്ങിച്ചത്. ഇത് ഞങ്ങള് പിടിച്ചത് 10,500. ഇതെന്താ ഇത്രയുള്ളോ? വേണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേക്ക് സാറേ. പിച്ചക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് ചില്ലറയായിട്ട് മുഴുവൻ അങ്ങോട്ട് തന്നേക്കണേ. നിങ്ങളത്തെ കളിക്കുക 75 ലക്ഷം എന്ന് പറഞ്ഞിട്ട്. ഏതവനാ സാറേ പറഞ്ഞത്? അത് പിന്നെ ഇൻഫോമറാ പറഞ്ഞേ. അതേ ഇൻഫോമറാ സാറേ എന്നോടും പറഞ്ഞത്. ഞങ്ങളും സന്തോഷമായി പോയി പിടിക്കാന്ന് വിചാരിച്ച പോയത്. ആ കള്ളപ്പണം പിടിച്ചുകൊടുത്ത് നെഞ്ചിൽ മെഡൽ കുത്താമെന്ന് വിചാരിച്ചപ്പോ അവൻ ചതിച്ചു സാറേ. കണ്ട ഇതുപോലെ തന്നെയായിരുന്നു സാറേ. ഓൺ ദ സ്പോട്ടിൽ ഇത്രയും കാശ് കണ്ടപ്പോ ഞങ്ങളുടെ മുഖം സാറിന്റെ മുഖം പോലെ തന്നെ ചാണകത്തിൽ മുക്കിയ പോലെ ആയി സാറേ. പിടിച്ച കാശ് 10 രൂപയാണെങ്കിലും അത് കളക്ടറിന്റെ കൊണ്ട് കൊടുക്കുന്നതാണ് സാർ മര്യാദ. ശരിയാണ് സാറേ. ഗവൺമെന്റ് കാശ് കയ്യിൽ കൊണ്ടു നടക്കുന്നത് നിക്കറിടാതെ ലുങ്കി കൊടുത്ത് ബിയർ ബോട്ടിൽ കൊണ്ടു നടക്കണ പോലെയാ. എപ്പോഴും അങ്ങോട്ട് ഒലിച്ചു പോകുന്ന പറയാൻ പറ്റില്ലെന്നേ. ഇപ്പഴാണ് ഒരു സമാധാനം ഇത്. എന്നാ പിന്നെ ഞങ്ങൾ ചലിക്കേണ്ട സാറേ. എന്താണോ? ഒരു പ്രധാന കാര്യം മറന്നുപോയിട്ടാണ്. ചെക്ക് പോസ്റ്റ് പൊളിഞ്ഞ വകയിൽ ഒരു 2,300 രൂപ, ഡീസൽ ഒരു 1,600 രൂപ, ആശുപത്രിക്ക് ഒരു 3,500 രൂപ, ബാറ്റയും ബിരിയാണിയും കൂടെ 2,750 രൂപ, ആകെ മൊത്തം ഒരു 10,089 രൂപ. ബാലൻസ് ഒരു സാറിന്റെ ഉണ്ട് കേട്ടാ. ഈ ഒരു രൂപ സാറ് ഗവൺമെന്റിലേക്ക് തിരിച്ചടയ്ക്കുവോ അതോ ആശാരി പോലെ ചെവിയിൽ വെച്ച് നടക്കുവോ? അതൊക്കെ സാറിന് ഇഷ്ടോട്ടാ. ഞങ്ങള് വരണം സാർ. അമ്മേ, ഈ ഫാമിലി ഡെവലപ്പ് ചെയ്യാൻ ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാവരും ചേർന്ന് ഇവനെ ഒന്ന് കെട്ടിച്ചു വിട്ടാൽ എന്താ? എന്റെ അമ്മേ, ഇതുവരെ ഈ ചേട്ടൻ പറഞ്ഞാലും നല്ലൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. അവനെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞെന്ന് വെച്ച് നീ കാര്യാക്ക. മൂത്തവൻ കെട്ടാതെ നിൽക്കുമ്പോ ഇളയവന് കെട്ടണമെന്ന്. അതെ, ഇന്നും എന്നെ കൊണ്ട് പൊട്ടം കളിപ്പിക്കാണല്ലേ? ഓടാ അവിടുന്ന്. അമ്മേ, അമ്മ പറഞ്ഞതുപോലെ മൂത്ത ആള് തന്നെയാണ് കല്യാണം കഴിക്കേണ്ടത്. ആരാടത്? മൂത്തയാൾ ആരാ? ഇവിടെ നിങ്ങളുടെ കെട്ടിയവൻ തന്നെയല്ലേ? അമ്മ, ഞാൻ തമാശക്ക് പറഞ്ഞു. ദോശ കരിഞ്ഞു പോകും. കൊടുക്ക്. എന്തിനാ ഇങ്ങനെ അടിക്കുന്ന? എന്തിനാ അടിക്കുന്നേന്നോ? ഏയ് 113. യെസ് സർ. നിന്റെ അച്ഛൻ വെള്ളം അടിച്ചിട്ട് ചെരുപ്പ് കൊണ്ടുപോയി പണയം വെച്ചിട്ട് കാശ് തരാൻ പറഞ്ഞ് ശല്യം ചെയ്തു. ഇത് കണ്ട ഫൈനാൻസുകാരൻ ഓടി. 710. യെസ് സർ. നിന്റെ അച്ഛൻ റോഡ് റോളറിന്റെ മുമ്പിൽ തല വെച്ച് കിടന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തിനാ? വെളുക്കുന്നിടം വരെ ബിവറേജ് തുറന്നു വെക്കാൻ വേണ്ടിട്ട്. അത് മാത്രല്ലടാ, സ്കൂളിൽ പോണ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് വരെ തട്ടിപ്പറിച്ചെടുത്ത് കഴിച്ചിരിക്കുകയാള്. അതെ, എന്റെ മുഖം കണ്ടിട്ട് പിടിച്ചുപറിക്കാരനായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നല്ല, തന്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക്ബെറി ഫോണിന്റെ ഓണറിനെ പോലെ തോന്നുന്നത്. ഏതൊരു കേസ് എടുത്താലും ആ കേസിനൊക്കെ സ്യൂട്ട് ആവണ പോലത്തെ ഒരു മോന്തയാണ് ഇയാൾക്കുള്ളതെന്ന്. ഇതുപോലത്തെ കള്ളക്കേസ് ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിലുള്ള എന്റെ സൽപ്പേര് നിങ്ങൾ ഇല്ലാതാക്കുമല്ലേ? വലിയൊരു ഗാന്ധിജി വന്നിരിക്കുന്നത്. ആവശ്യമില്ലാതെ മഹാത്മാരെ ഇതിലേക്ക് വലിച്ചഴിച്ചാലുണ്ടല്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ അച്ഛൻ ഇങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യില്ല. ദയവ് ചെയ്ത് അച്ഛനെ ഒന്ന് വിടും. എന്റെ പൊന്നു സാറേ, ഈ പെണ്ണുങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയാന്നറിയില്ലട്ടാ. പക്ഷെ കണ്ണീന്ന് കണ്ണീര് വന്നത് ഡാം പൊട്ടണ പോലെ സാറേ. ഒന്ന് നിർത്തുപിള്ളേ. ഇപ്പൊ എന്തിനാണ് ഈ മുതലക്കണ്ണീര്? കണ്ണു തുടക്കേ. അയ്യോ പതുക്കെ, ആ കൺമഷിയൊക്കെ പട്ടൂട്ടാ. മുടി കണ്ണി പോലെട്ടാ മോളെ. ഇപ്പൊ എന്താ? നിന്റെ അച്ഛനെ വിട്ടുതരണം, അത്രയല്ലേ ഉള്ളൂ. ഈ പോലീസുകാരൻ ആരായാലും എന്തെങ്കിലും വാങ്ങിട്ടേ വിടാറുള്ളൂ. പലവിധ പരിതാപങ്ങളോടെ നീ വന്നു ചോദിക്കുന്നു, എനിക്ക് തരാൻ നിന്റെ കയ്യിൽ എന്താണുള്ളത്? എങ്കിൽ ഒന്ന് ചിരിക്ക്, ഞാൻ അയാളെ വിട്ടയക്കാം. അതെ, നിന്നോട് ചിരിക്കാനല്ലേ പറഞ്ഞത്, എന്റെ കൂടെ കൂത്താടാൻ പറഞ്ഞില്ലല്ലോ. ഏയ് കോൺസ്റ്റബിൾ, ഈ പെൺകുട്ടിയെ ആരാണ് ഇമ്മിണി ചിരിപ്പിക്കുന്നത്? അവർക്ക് 1000 രൂപ. 1000 രൂപയോ? പുറത്തു പോയിട്ട് 5-നും 10-നൊക്കെ ചുമ്മാ അലയാറില്ലേ? സ്റ്റേഷനിൽ നിന്ന് 1000 രൂപ കിട്ടാൻ പോവാ ചെല്ലുന്നേ. ചിരി 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 ചിരി. അങ്ങനെ തന്നെ അവന്റെ വായിലൊരു തിരികെ വലിയ പോലും തേക്കാതെ ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ചിരി 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഇവനെ കാരണമോ പോലീസ് എടുത്തത്. നെക്സ്റ്റ്. പച്ചത്താത്ത. എന്താണ് അതിന് പച്ച കളറ്? അറിയില്ലല്ല. എന്താന്ന് ഞാൻ പറയാം. കാരണം അതിനാരും വേവിച്ചിട്ടില്ല. ഇങ്ങോട്ട് ബാക്കിലേക്ക് വന്നേ. ഈ വാരികയിലൊക്കെ ചിരി തമാശ എഴുതി 10 രൂപ വാങ്ങിക്കുന്നത് ഇയാളാണ് സാറേ. സാർ അനുവാദം തന്നാൽ യു മേ പ്രൊസീഡ്. മദ്യപിച്ച് നടക്കുന്നതിൽ പല വിധങ്ങളുണ്ട്. ആദ്യമായി ക്വാർട്ടർ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് കാണിക്കാം. ശരിയാണോ? ഇനി ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് ഇങ്ങനെ തമാശ കാണിക്കുന്നത് തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടാ. ഇതാണ്ടോ അയാൾ ഡെയിലി വീട്ടിൽ കാണിച്ചോണ്ടിരിക്കുന്നത്? ഇതാണ് കോമഡി. പൂവാലി എന്ന് പറഞ്ഞ ഉടുമ്പാണ് അവൾ. അവളുടെ മനസ്സിരുമ്പാണെങ്കിലും ഞാൻ പാടി അവൾ ചിരിക്കും. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടകണ്ണിൽ രാഴം പൂവോ താമര പൂവോ തേനോ തേതില്ലാവോ. ഇതാണ്ടോ സാറേ ശരിക്കും കോമഡി. ഇത് ഏത് രാഗമാണെന്ന് അറിയാൻ പാടില്ല. എന്നാലേ പശു മോങ്ങണ പോലെ ഉണ്ട് കേട്ടാ. പൂവാലി ചിരിക്കുമോളെ, ഉടുപിടിക്കുന്നേ. നിന്റെ അച്ഛനല്ലേ പൂവാലി. 1000 രൂപ കിട്ടും, 16 ക്വാർട്ടറും.
വരാനല്ലേ പറഞ്ഞു? മോളെ ഇൻസ്പെക്ടർ എന്നെ പോലെ സംസാരിക്കുന്നു. അതിശയമായി. ചിരിച്ചടാ. വരണ സാറും സാറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇലക്ഷൻ കഴിയുന്നോടം വരെ ഡാനിയൽ സാറിന് പ്രൊട്ടക്ഷൻ വേണമെന്നാ, അതും പേഴ്സണൽ സെക്യൂരിറ്റിയായും സാറ് തന്നെ വേണമെന്ന് ഒപ്പിട്ട് കമ്മീഷൻ കൊടുക്കാൻ വന്നതാ. എന്താന്ന് വെച്ചാൽ സാറിനെ പോലെ ഒരാൾ അടുത്തുണ്ടെങ്കിലേ ഒരു ഈച്ച പോലും അടിക്കില്ല, അതാ എന്ന് പറയുന്നു. കവളിൽ ഒരു കൊതുകിരിക്കുന്നത് കണ്ട് ഞാൻ അത് കടിക്കുന്നതിന് മുമ്പ് കൊല്ലാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് കൈവച്ചു. ഈ ഏരിയയിൽ മൊത്തം 1,43,33,219 കൊതുക് അലഞ്ഞു നടക്കുന്നുവെന്ന് ഒരു സെൻസസ് ഉണ്ട്. അതിലുള്ള ഒരു കൊതുകിന്റെ അടുത്തുനിന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ രക്ഷിച്ചത്. ഇമ്മണി വിഷമിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എത്ര കൊതുകുകൾ വന്നാലും നിങ്ങളെ ഞാൻ ആടിച്ച് രക്ഷിച്ചിരിക്കും. അത് നിങ്ങളുടെ നേതാവിന്റെ കവളത്തായാലും ശരി, ശരീരത്തിന്റെ ഏത് ഭാഗത്തായാലും ശരി. ആടിച്ച് ചുരുട്ടി തേച്ചൊട്ടിക്കില്ലേ നിങ്ങളുടെ നേതാവിനെ അല്ല, കൊതുകിനെ. എല്ലാരും കൂടെ ചെന്ന് കമ്മീഷന്റെ അടുത്ത് ഓർഡർ വാങ്ങിച്ചോണ്ട് വാ. നിങ്ങൾക്കെല്ലാം വേണ്ടി അടിമ ജോലി ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന്. ഇപ്പൊ എന്തിനു പറയണേ? പറയാൻ ഇനി ഒന്നുമില്ല സാർ. നമസ്കാരം സാർ. കവളിൽ എന്തിന്? കൊതുകാണോ? കൊതുകല്ല സാർ, മറുക. ഞാൻ ഓർത്തത് കൊതുകിന്റെ ശബ്ദം കേട്ടാൽ പോലും അടിച്ച് പിരുത്തി എടുക്കുന്നത്. അല്ല ആരത്? കമലതല സിനിമയിലെ മോഹൻലാലിനെ പോലുണ്ടല്ലോ. അല്ല ഈ ഓടക്കുഴിയിൽ എന്തിനോ പി കൊടുത്തത്? സാറിന്റെ മൂടോട്ടായിട്ടിരിക്കട്ടെ, പെട്ടെന്ന് മേളം തുറക്കട്ടെ. ഒരു കല്യാണത്തിനുള്ള പൈസ വാങ്ങിച്ചിട്ട് 2 കല്യാണത്തിന് വായിക്കണമെന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും? ആദ്യം വായിക്കേ, അത് കഴിഞ്ഞ ശമ്പളം. അതൊന്നും നടക്കില്ല സാറേ. ആദ്യം പേയ്മെന്റ് തരിക, അതിനുശേഷം വായിക്കാം. ഡിഫറെന്റ് ആയിട്ട് ട്യൂൺ ചെയ്യുന്ന AR റഹ്മാൻ തന്നെ പേയ്മെന്റ് കമ്പോസ് കഴിഞ്ഞിട്ട് വാങ്ങിക്കാറുള്ളൂ. നീ എല്ലാ കല്യാണത്തിനും ഒരേ ട്യൂൺ തന്നെ വായിക്കുന്നത് നിങ്ങക്ക് നേരത്തെ പേയ്മെന്റ് വേണമെന്നാ? നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾ വായിക്കില്ല. ഷതി, നിനക്ക് സാറിനെ കുറിച്ച് അറിയാത്തോണ്ടാ. മമ്മൂട്ടി മാസാണെങ്കിലേ ഒസ്തി മരണ മാസാട്ടാ. ഈ മാസ് മാസ്റ്റർ ഓഫ് ആപ്പെന്ന്. അപ്പൊ SSO സൂപ്പർ. അതെ, ഇപ്പൊ നിങ്ങൾ മേളം തുടങ്ങിയില്ലെങ്കിലേ നിങ്ങൾ ഓരോരുത്തരെയും ഇവിടുന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ മണ്ഡപത്തിലെന്നല്ല നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങൾക്ക് കച്ചവടം നടത്താൻ പറ്റട്ടാ. അതെ, സംസാരിച്ച് തീർന്നില്ല. അതിന് മുന്നേ വായിക്കാൻ തുടങ്ങിയാൽ ഞാനായിട്ട് വായിച്ചതല്ല, കൈ താനെ ഓടിയതാ സാർ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായുള്ളൂ. എന്നാ പിന്നെ മര്യാദക്ക് വായിച്ചു തുടങ്ങിയതേ അത് ഞങ്ങളെ പറഞ്ഞാ വേണമല്ലോ. ദും 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 ദും. ആ നന്നായിട്ട് അങ്ങോട്ട് വായിക്കുന്നേ. ദും. ഈ സാധനം എല്ലാത്തിലും അങ്ങോട്ട് കലക്കാൻ പറഞ്ഞിട്ടാ. എന്തോന്നാ ഇത്? വായിൽ നാറ്റടിക്കാതിരിക്കാൻ വേണ്ടി എന്തോ നന്നായി ജ്യൂസ് തോന്നുന്നു. സമയട്ടാ. മതി. എല്ലാ കുപ്പിയിലും ഒഴിച്ചല്ലോ അല്ലേ? എന്റെ പൊന്നു സാറേ, ഇന്നത്തെ കാലത്ത് മദ്യം കേട്ടാലേ പ്രേതങ്ങളുടെ പടത്തിലെ പിശാചുക്കളെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് മാഞ്ഞു പോണത് അറിയോ? പക്ഷെ ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഫുള്ളുകൾ വാങ്ങി തന്നിട്ട് ആനന്ദത്തിൽ ആറടിച്ച് പിന്നെ നന്നാറി ജ്യൂസ് മിക്സ് ചെയ്തിട്ടാ. സാറിന് സ്മോൾ വേണത് ലാർജ് വേണ? എന്തേ? അതൊന്നും നമുക്കുള്ളതല്ല. ഒരു കൈ ചെയ്യണത് മറുകൈ അറിഞ്ഞില്ലല്ലോ. ഇത് എന്തുട്ട് ഇതിന്റെ രഹസ്യം എന്ന് പറയാമോ സാറേ? പറയുന്ന കാര്യം മാത്രം ചെയ്യടൂ, ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. സാറിന്റെ കൂടെ വന്നിട്ട് ഈ കപ്പലിന്റെ കിട്ടിയതാ മെച്ചുള്ളൂ. വന്നോട്ടോ ആ മധ്യത്തുള്ളിലേക്ക് കിട്ടാ. എന്ത് ശേഖരൻകുടി ഇങ്ങോട്ട് വന്ന ശേഖരൻകുടി. മൈ ഡിയർ കുടിയന്മാരെ, ഒരു ക്വാർട്ടറിന് പോലും വഴിയില്ലാതെ ഒരു പെഗിന് വേണ്ടി അടികൂടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഴയുണ്ടെന്ന കാരണത്താൽ റം അടിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ, വെയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ബീറും അടിക്കാൻ പോകുന്ന കൂട്ടുകാരെ, ഒരേ ഒരു വാട്ടർ പാക്കറ്റ് കൊണ്ട് ഒരു ക്വാർട്ടർ മുഴുവനും അടിച്ചിട്ട് കേരളത്തിൽ വെള്ളക്ഷാമം ഉണ്ടായിരുന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട പുലിക്കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷ വാർത്ത. എന്താന്ന് വെച്ചാ ഇന്ന് നമ്മുടെ ശേഖരൻകുട്ടി സാറിന്റെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യ അടി എല്ലാവരും എന്റെ ബർത്ത്ഡേ ആണെന്നോ? ഇത് സാറിന്റെ ഓർഡർ. ഇതെങ്ങനെ തെറ്റിച്ചാലുണ്ടല്ലോ തലയ്ക്കും കാലിനും ഇടയില് ടിഷ്കാ. എന്റെ ബർത്ത്ഡേ ശരിയാണ്. എന്റെ ബർത്ത്ഡേ സൗജന്യം കളിച്ചോട്ടാ. എന്തോ എനിക്കോ എന്താ പറ്റിയത് സാർ? എന്റെ സാറേ എന്തായാലും കലക്കി വിട്ടത് ഒരാൾ മയങ്ങി വേണല്ലോ. വീഴട്ടെ പിള്ളേ. സാർ അവിടെ ഛർദിക്കുന്നു സാറേ. ഛർദിക്കേണ്ടതേ. സാർ എല്ലാവരും വയറ്റ് വേദന കൊണ്ട് കോമാളത്തലയാ, നിനക്ക് ഫുള്ള് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വേറൊരാളുടെ വിഷമത്തിൽ നീ സന്തോഷിച്ചോണ്ടിരിക്കണല്ലടാ. സാറേ ഉള്ളിൽ കിടന്ന് പെടയാട്ടാ. ആംബുലൻസിന് ഫോൺ ചെയ്യ്. വണ്ടി വന്ന ഉടനെ അവന്മാരെ എടുത്ത് അകത്തേക്കിട്ടേക്ക്. സാറേ അതിൽ കലക്കാൻ പറഞ്ഞ സാധനം എന്താണ് സാറേ? വിഷം. എന്തിനാണ് സാറേ വിഷം കലക്കിയത്? നമുക്ക് ജയിക്കാൻ വേണ്ടി.